കട്ടൻ ചായ ഉണ്ടാക്കാൻ അറിയാത്തതായി ആരും ഉണ്ടാവില്ല അല്ലേ? എന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന ചായ നല്ല ഫ്ലേവറോട് കൂടി തയ്യാറാക്കിയാലോ? അപ്പോൾ അത് അങ്ങനെ തയ്യാറായി കഴിഞ്ഞാൽ ഇഷ്ടമില്ലാത്തതായിട്ട് ആർക്കും ഉണ്ടാവില്ല. ഏത് ചായ ആയിക്കഴിഞ്ഞാലും, പ്രത്യേകിച്ച് പാൽ ചായ ആയാലും കട്ടൻ ചായ ആയിക്കഴിഞ്ഞാലും നമ്മൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് കറക്റ്റ് തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കട്ടൻ ചായക്ക് നമുക്കറിയാം പണിയില്ല. അതുപോലെ തന്നെ പാലും ഒന്നും ചേർക്കേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. എന്നാൽ അതിൽ ചേർക്കുന്ന പഞ്ചസാരയും അതുപോലെ ചായപ്പൊടിയും ഒക്കെ കറക്റ്റ് അളവിൽ ചേർത്താൽ മാത്രമേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കുന്ന കട്ടൻ ചായയിൽ നമ്മൾ പ്രത്യേക ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ? അപ്പോൾ നമ്മൾ കട്ടൻ ചായ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 പേർക്കുള്ള അളവിലാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 ഗ്ലാസ് അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ മന്തി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സുലൈമാനിയില്ലേ, അപ്പോൾ ആ ഒരു ചായ കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റ്, നമുക്ക് കുടിച്ചാലും മതിയാവില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എപ്പോഴും കട്ടൻ ചായ നിങ്ങൾ ഇതുപോലെ മാത്രമേ ഇനി തയ്യാറാക്കുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതാ ഒന്ന് ചെറുങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ആ ഒരു സമയം ഇതിലേക്ക് നമുക്കൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരുപാട് അളവിലൊന്നും കൂടി പോകണ്ട. ഈ ഒരു ഇഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം, അല്ലെങ്കിൽ ഒന്ന് ചതക്കിയിട്ട് ചേർക്കാം. ഒരുപാടങ്ങ് ചതക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ചതക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനായിട്ടുള്ള കുരുമുളകാണ്. ഒരു 8-10 എണ്ണം ചേർക്കാം. കുരുമുളകിൻ്റെ പൊടിയൊന്നും ചേർക്കരുത്, ഇതുപോലെ മുഴുവനായിട്ടുള്ളത് വേണം ചേർക്കാൻ. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഗ്രാമ്പുവാണ്. 2 ഗ്രാമ്പും അതുപോലെ ഒരു 2 ചെറിയ കഷ്ണം പട്ടയും കൂടിയും ചേർക്കാം. ഇനിയിപ്പോൾ വെള്ളം 1 മിനിറ്റോളം നല്ല പോലെ തിളച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇതിൽ നല്ല പോലെ ഒന്ന് ഇറങ്ങി വരണം. ഈ ഒരു സമയം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായാണ്. ഏലക്കായും ചേർത്ത് കൊടുത്ത പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അപ്പോൾ 2 എണ്ണം ഒന്ന് ചതക്കിയിട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് നല്ലോണം കുറച്ചിട്ട് നമുക്കിതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇതിലേക്ക് ഇറങ്ങി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർക്കാം. അപ്പോൾ ചായപ്പൊടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അളവിൽ കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര കയ്പ്പ് രസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും അളവിന് നമുക്കൊരു 1/4 ടീസ്പൂൺ മതിയാകും. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏത് ചായപ്പൊടി വേണമെങ്കിലും യൂസ് ചെയ്യാം. മന്തി റെസ്റ്റോറൻറ്റിലൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ചായപ്പൊടിയോ അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഏത് ചായപ്പൊടിയും യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ നമ്മളിതിൽ ഒരു എക്സ്ട്രാ ഫ്ലേവറിന് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പുതിനേൻ്റെ ഇലയാണ്. അപ്പോൾ അത് ഒരുപാട് കൂടേണ്ട, ഭയങ്കര കയ്പ്പ് രസവും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഇതുപോലെ ഒരു ചെറിയൊരു സ്പൂണിൽ നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് 1 മിനിറ്റ് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ആ ഒരു പുതിനേൻ്റെ ആ ഒരു സത്ത് ഇതിലേക്ക് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതൊന്ന് അരിച്ചൊഴിക്കണം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിത് ഈ ഒരു കപ്പിലേക്കാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ 1 ഗ്ലാസ്സിന് 1 ടീസ്പൂൺ എന്നുള്ള അളവ് തന്നെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ നിങ്ങൾ ആ ഒരു അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പഞ്ചസാര ഒന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പാൽ ചായയൊക്കെ ആണെങ്കിൽ നമുക്കൊരു 3-4 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഒന്ന് അടിച്ച് പതിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പക്ഷേ ഈ കട്ടൻ ചായക്ക് അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. നല്ല ചൂടോടുകൂടി തന്നെ നല്ല ഊതി കുടിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് 1-2 പ്രാവശ്യം അങ്ങോട്ട് ആ ഒരു പഞ്ചസാര ഒന്ന് നല്ലപോലെ അലിയാൻ വേണ്ടിയിട്ട്, അത് ആ ചായയിലൊന്ന് ചേരാൻ വേണ്ടിയിട്ട് 1-2 പ്രാവശ്യം ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല സ്പെഷ്യലായിട്ടുള്ള നമ്മളെ എക്സ്ട്രാ ഫ്ലേവറോടുകൂടിയ കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതുപോലുള്ള ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു കുപ്പി ഗ്ലാസ്സൊക്കെ എടുക്കുമ്പോഴാണ് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാകുക. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നല്ല ആ ഒരു ചായപ്പൊടിയും ഒക്കെ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അളവിലൊക്കെ ചേർക്കുമ്പോൾ ഭയങ്കര കടുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഭയങ്കര ഡാർക്ക് കളറായിരിക്കും. പക്ഷേങ്കിൽ കയ്പ്പ് രസമായിട്ട് നമുക്കത് കുടിക്കാനും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചായപ്പൊടി ചേർക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് കട്ടൻ ചായ തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങളിനി ഇങ്ങനെ മാത്രമേ തയ്യാറാക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തയ്യാറാക്കി നോക്കാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വേറൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്